മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി വന്നിരിക്കുന്നു. ആ പോസ്റ്റിൽ അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. തുടരും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബി ദിലീപ് കുമാർ കൂടി ചേരുന്നു. അപ്പോൾ ഒരു അഭിപ്രായ ഭിന്നത ഈ കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമായി നമുക്ക് ഈ പോസ്റ്റിനെ കാണാൻ കഴിയുമോ ദിലീപ് കുമാർ? SKN ഇപ്പോൾ റോഷി അഗസ്റ്റിൻ 24 മിനിറ്റ് മുമ്പാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. LDF നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ LDF നേതാക്കൾക്കൊപ്പം കഴിഞ്ഞ ദിവസത്തെ സത്യാഗ്രഹ സമരത്തിൽ തിരുവനന്തപുരത്ത് പാളയത്ത് നടന്ന സത്യാഗ്രഹ സമര വേദിയിൽ നിന്നുള്ള ചിത്രമാണ്. അതിൽ ഇടതു നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ കൈ ഉയർത്തി നിൽക്കുന്നു. ആ ചിത്രത്തിൽ താഴെ തുടരും എന്നാണ് സ്നേഹപൂർവ്വം എന്ന നിലയിൽ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കേരള കോൺഗ്രസിലെ ഭിന്നതയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നിലയിലുള്ള പോസ്റ്റ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കുന്നില്ല. എവിടെയാണ്, എന്താണ്, ഇങ്ങനെയുള്ള നീക്കം നടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ ഈ FB പോസ്റ്റുമായി വരുന്നത്. LDFൽ തുടരും എന്ന കാര്യമാണ് റോഷി അഗസ്റ്റിൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള കോൺഗ്രസ് എമ്മിൽ മുന്നണി മാറ്റം സംബന്ധിച്ച ഭിന്നത തുടരുകയാണ്. നീക്കം വളരെ സജീവമാണ്. കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേരള കോൺഗ്രസ് എമ്മിനെ UDF പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന്. ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പക്ഷേ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ 2 ഇടതുമുന്നണി യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന LDFന്റെ സത്യാഗ്രഹ സമരത്തിലും കേന്ദ്ര അവഗണനയ്ക്കെതിരെ നടത്തിയ ആ പ്രതിഷേധ സമരത്തിലും പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം വിദേശത്താണ് എന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാക്കൾ പറയുന്നത്. പക്ഷേ ഇത്രത്തോളം വളരെ പ്രധാനപ്പെട്ട 2 മുന്നണി യോഗങ്ങളിൽ നിന്ന് അദ്ദേഹം പങ്കെടുക്കാതെ വിട്ടുനിൽക്കുക എന്നത് തന്നെ മുന്നണി മാറ്റത്തിൻ്റെ സൂചനകൾ നൽകുന്നതാണെന്ന വ്യാഖ്യാനം ഇതിനകം തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.